മമതാ ബാനർജി പ്രതിപക്ഷ നേതൃസ്ഥാനം ഒരിക്കലും കൈയാളാൻ താൽപ്പര്യപ്പെടുന്നില്ല. പശ്ചിമബംഗാളിൽ മമതയുടെ പരാജയത്തിന് ശേഷം ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുകയോ അതല്ലെങ്കിൽ മമതാ ബാനർജി ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ കാണും. എൻ്റെ അവസാന ശ്വാസം വരെ ഇവിടുത്തെ ജനതയ്ക്ക് വേണ്ടി ഞാൻ കാവലാളായി നിൽക്കും. സുവേന്ദു അധികാരത്തിൽ വന്നത് മോശമായ ലക്ഷണമാണ്. 91 ലക്ഷം ആളുകളുടെ പൗരത്വം റദ്ദാക്കിക്കൊണ്ടുള്ള SIR നടപടിയിലൂടെ താൽക്കാലികമായി അവർ ജയിച്ചു കയറിയെന്ന അഹംഭാവം അവർക്ക് കാണും. പക്ഷേ യാഥാർത്ഥ്യമെന്നാൽ തൃണമൂൽ കോൺഗ്രസിനെ അങ്ങനെയൊന്നും പൊളിച്ചെടുക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് തൃണമൂൽ കോൺഗ്രസ് തിരിച്ചുവരവ് നടത്തിയത്. 29 സീറ്റുകൾ നേടിയെടുത്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ ചരിത്രപരമായ മുന്നേറ്റം നടത്തി. തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബംഗാളിലെ മുക്കും മൂലയും വരെ കാണാപ്പാടമാണ്. സുവേന്ദു അധികാരിയുടെ രാഷ്ട്രീയ മോഹങ്ങൾ അത് BJPയിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തൃണമൂൽ വിട്ട് BJPയിലേക്ക് പോയത്. മമതാ ബാനർജിയുടെ വലങ്കൈയായി നിന്നുകൊണ്ട് ചെവി കടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സുവേന്ദു അധികാരി പണ്ട് മുതൽക്കേ നടത്താറുണ്ടായിരുന്നു. ബംഗാളിൽ കലാപങ്ങളുടെ സാഹചര്യങ്ങളെ മാത്രമല്ല, പല രീതിയിലും അവിടെ നിന്നും 2 കോടിയിൽ പരം മുസ്ലിങ്ങളെ അടിച്ചോടിക്കാൻ, അവിടെ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ മറ്റ് പ്രദേശങ്ങളിലേക്കോ മാറ്റാൻ സുവേന്ദു അധികാരിയും ടീമും വളരെ നാളുകളായി പണിപ്പെടുന്നു. മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളിൽ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഇതൊക്കെയാണ് മമതാ ബാനർജി ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ സുപ്രീം കോടതിയിൽ വക്കീൽ കുപ്പായവും ഇട്ടുകൊണ്ട് അവർ വാദിച്ചത് നമുക്കറിയാം. ഇപ്പോൾ ഇതാ കൊൽക്കത്ത ഹൈക്കോടതിയിലേക്കും മമതാ ബാനർജി വക്കീൽ കുപ്പായവുമായി എത്തുകയാണ്. നീതി നടപ്പിലാക്കാൻ സുപ്രീം കോടതിക്കോ ഹൈക്കോടതിക്കോ കഴിയുന്നില്ലെങ്കിൽ അവരാൽ കഴിയുന്ന രീതിയിലുള്ള പോരാട്ടം പണ്ട് മുതലേ നടത്തി ശീലമുള്ളതുകൊണ്ട് തന്നെ അത് തുടർന്നുകൊണ്ടേയിരിക്കും. കൃത്യമായി പറഞ്ഞാൽ മമതാ ബാനർജി ഒരു ഫൈറ്റർ തന്നെയാണ്. CPIMൻ്റെ തെറുവാഴ്ചയ്ക്കെതിരെയുള്ള പോരാട്ടം നടത്തി സ്വന്തം ജീവൻ പോലും നോക്കാതെ പോരാടിയതിൻ്റെ ഫലമായാണ് CPIMനെ വേരോടെ പിഴുതെറിഞ്ഞത്. ബംഗാളിൽ ഇനിയും തൃണമൂൽ കോൺഗ്രസ് വലിയ പോരാട്ടങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. അതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ ആരും ഭയചകിതരാകരുത്. മമതയുടെ ആഹ്വാനം വലിയ രീതിയിൽ പ്രകമ്പനമായി ബംഗാളിൽ അലയടിക്കുകയാണ്.